എന്താ എൻ്റെ പ്രശ്നം? നിർത്താം എനിക്ക് യാത്ര ചെയ്യാനുള്ള പൈസ ഞാൻ കണ്ടെത്തുന്നത് പല രീതികളിലാണ്. അത് ഈ വണ്ടി എടുത്തതിൻ്റെ പേരിൽ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷിക്കാൻ വേണ്ടി പറ്റില്ല. യാത്ര പോകുന്ന കരുതി യാത്രേൻ്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ആയി. ഹായ് ചെയ്യുമ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറയാൻ കുക്കൂരിലേക്ക് വരാം. പക്ഷേങ്കിൽ നമ്മളതിന് മുമ്പ് നമ്മളുടെ പുതിയൊരു വണ്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ പുതിയ വണ്ടിയിലായിക്കോട്ടെ. പുതിയ വണ്ടി എന്ന് പറഞ്ഞാൽ പുതിയ വണ്ടിയല്ല, സെക്കൻഡ് ഹാൻഡ് ആണ്. ഒരു 4 വീലിലേക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ 4 വീലിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് എടുത്തൊരു വണ്ടിയാണ്. ഒരുപാട് പേര് ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. അതായത് വണ്ടിയെക്കുറിച്ച് നാനോ, അതേപോലെ ഒമിനി, പിന്നെ ഈ ഈക്കോ, അതുപോലെ തന്നെ വെള്ളിമൂങ്ങ, അങ്ങനെ ഒരുപാട് വണ്ടികൾ പറഞ്ഞിരുന്നു. അതിൽ നമ്മളെല്ലാ വണ്ടികളും നമ്മൾ നോക്കി. അതിൽ വെള്ളിമൂങ്ങ നോക്കി. ഫസ്റ്റ് വെള്ളിമൂങ്ങ നോക്കിയപ്പോൾ വെള്ളിമൂങ്ങയിൽ നമുക്ക് കിടക്കാനുള്ള സ്പേസ് ഉണ്ടാക്കൽ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ നമ്മൾ 800 നോക്കി. 800-ൽ കിടക്കാനുള്ള സ്പേസ് നോക്കുമ്പോൾ അതും ബുദ്ധിമുട്ടാണ്. ഇന്ത്യക്ക് വലിയ കുറവാണെന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കി. പിന്നെ നമ്മൾ ഒമിനി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ലാസ്റ്റ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഒമിനിയിലേക്കാണ്. ഗൈസ്, നമ്മൾ ഒമിനിയാണ് എടുത്തുള്ളത്. ഇതാണ് നമ്മളുടെ വണ്ടി, 4 വീല്. നമ്മളൊരു 4 വീലിലേക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നല്ല കരുതിയത്. അപ്പോൾ 4 വീല് വണ്ടി ഒമിനി. ഇതാ പറയുമ്പോൾ കിടക്കാനും സുഖമാണ്, എല്ലാത്തിനും സ്പേസുള്ള നല്ലൊരു വണ്ടിയാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരുപാട് യൂട്യൂബേഴ്സ് നമ്മുടെ ചെക്കന്മാർ ഒരുപാട് പേര് പോയ വണ്ടിയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെങ്ങനെ ബെഡ് സെറ്റാക്കേണ്ടതെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. കാരണം അവരൊക്കെ ഒരുപാട് വട്ടം ഇതിൽ കിടന്നുറങ്ങുന്ന വീഡിയോ, അതുപോലെ ഇതിൽ ബെഡ് സെറ്റാക്കുന്ന വീഡിയോ ഒക്കെ ചെയ്ത് കാണിച്ചു തന്നതാണ്, നമുക്കിത് പരിചയപ്പെടുത്തി തന്നതാണ്. എന്താ പറയുക, ഈ ബഡ്ജറ്റ് ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ പോയിരുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടി. അപ്പോൾ അവരൊക്കെ നമുക്ക് ഒരുപാട് എന്താ പറയുക, ഈ വാൻ ലൈഫ് അവരാണ് സത്യത്തിൽ നമ്മളെ ഏറെക്കുറെ എല്ലാവരും പരിചയപ്പെടുത്തി തന്നത്, എത്രത്തോളം എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളും തന്നെ എടുത്തിട്ടുള്ള ഒമിനിയാണ്. ഒമിനി നമ്മുടെ വണ്ടിയാണിത്. നമ്മുടെ വണ്ടിയിൽ ഞാൻ എന്താ പറയുക, ബാക്കിൽ ഫ്ലാറ്റ് കാര്യങ്ങൾ സീറ്റൊക്കെ ഊരി വെച്ചേക്കുവാണ്. ഈ ബാക്കിലെ ഫ്ലാറ്റിൽ കുറച്ച് തുരുമ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സ്റ്റെപ്പിനാണ്. ഇത്രയും സ്പേസിൽ നമുക്ക് കിടന്നുറങ്ങാം എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഒരു സുഖം, ഈ വണ്ടി കൊണ്ടുള്ള. പിന്നെ എന്താ വെച്ചാൽ ഈ വണ്ടിയുടെ മോഡൽ എന്ന് പറഞ്ഞാൽ 2007 2007 മോഡൽ വണ്ടിയാണ്. ഒമിനിയാണ്, 2007 മോഡലാണ്. ഇതിനുള്ളൊരു വിഷയം കുറച്ച് പാച്ച് വർക്കുകൾ, തുരുമ്പുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിലൊക്കെ ഉണ്ട്. ഇവിടെ തുരുമ്പുണ്ട്. അതുപോലെ തന്നെ ഫ്ലാറ്റിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് തുരുമ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം കേസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ വണ്ടി എല്ലാം കൊണ്ട് ഓക്കെയാണ്. അതായത് വണ്ടിക്ക് 4 ടയർ പുതിയതാണ്, പിന്നെ ഇൻഷുറൻസ് പുതിയതാണ്, ടാക്സ് ഉണ്ട്, അതുപോലെ തന്നെ 2 വർഷത്തേക്ക് ഫുൾ പേപ്പർ വണ്ടി എന്ന് തന്നെ പറയാം. വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഞാൻ വർക്ക്ഷോപ്പുകാരും കൊണ്ടുപോയ വണ്ടി എടുത്തത്. അപ്പോൾ പിന്നെ ഇഞ്ചൻ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ചില്ലറ പണികൾ ഇപ്പോൾ ഏതായാലും നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്തരത്തിൽ ഈ വണ്ടിക്ക് കൊണ്ട് ഒരു ചില്ലറ പണികളൊക്കെ എടുത്തു. അതും ഞാൻ എടുത്തു. വണ്ടി എടുത്തിട്ട് ഇന്നേക്ക് 4ാമത്തെ ദിവസമാണ്. ഇത്രയും ദിവസമായിട്ട് വണ്ടി നിങ്ങളെ കാണിക്കാൻ പറ്റാഞ്ഞത് അത് ഞാൻ പറഞ്ഞു തരാം. അതിലേക്കൊക്കെ വരാം. നമുക്ക് അതിലേക്ക് വരുമ്പോഴേക്ക് കുക്കുവിൻ്റെ കാര്യങ്ങളിലേക്കും വരണം. അപ്പോൾ ഇതാണ് നമ്മളുടെ വണ്ടി എന്ന് പറയുന്നത്. അങ്ങനെ ആഗ്രഹിച്ച് കിട്ടി. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വണ്ടിക്ക് ആഗ്രഹിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞാനൊരു ചെറിയൊരു വണ്ടി, നമുക്ക് കിടന്നുറങ്ങി പോകാൻ പറ്റുന്ന ചെറിയൊരു വണ്ടി ആഗ്രഹിച്ചത്. പക്ഷേ നമുക്ക് കിട്ടിയത് ഒരു ഒമിനിയാണ്. ഈ ഒമിനിയുടെ വിഷയം നിങ്ങൾക്കറിയാലോ. നമുക്ക് ഡീസൽ പെട്രോൾ അടിച്ച് നമ്മൾ മാനം കെടുന്നതാണ്. കാരണം മൈലേജ് കുറവല്ലേ വണ്ടിക്ക്. അപ്പോൾ ഈ മൈലേജ് കുറവുള്ള വണ്ടിയാകുമ്പോൾ നമ്മൾക്ക് എത്രയും ദൂരം പോകുന്നതും അതുപോലെ തന്നെ ടോള് കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിൻ്റെ വിഷയം എന്താ വെച്ചാൽ ബാക്ക് ഡോറിൻ്റെ ഷോക്ക് അബ്സർ അത് 2 കംപ്ലൈൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ പൊന്തി നിൽക്കാത്തൊരു വിഷയം കൂടി ഈ വണ്ടിയിൽ വരുന്നുണ്ട്. അത്തരം ചെറിയ പ്രശ്നങ്ങൾ തീർക്കാനുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ ഈ ഒരു ടൈമിലിപ്പോൾ ചെയ്യണം എന്ന് കരുതുന്നില്ല. നമുക്ക് വണ്ടീൻ്റെ അകത്തേക്കൊന്ന് കയറി വെക്കാം. നമ്മുടെ വണ്ടി ഇതാണ്. നമ്മുടെ വണ്ടീൻ്റെ ഫ്ലാറ്റിലൊക്കെ മാറ്റൊന്നും ഇട്ടില്ല. മാറ്റൊക്കെ ഇടണം. ഇവിടെയൊക്കെ ചെറിയ തുരുമ്പുകളുണ്ട്. ബോഡിയാണ് ഇതിൻ്റെ വീക്ക്. ഈ വണ്ടീൻ്റെ പ്രശ്നം ബോഡി വീക്കാണ്, അല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ റൂഫിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ ചൂട് വല്ലാതെ ഇറങ്ങാക്കാൻ വേണ്ടിയിട്ടുള്ള ഒട്ടിക്കുന്ന സംഭവം, അത് ഇതിനില്ല. അത് അവർ പറിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾക്കിത് കുറച്ച് വില കുറഞ്ഞിട്ട് തന്നെയാണ് കിട്ടിയത്. പക്ഷേങ്കിൽ ഇപ്പോൾ സ്റ്റിയറിങ് കേട്ടോ, ഇപ്പം പഴയ പോലെ ഹാൻഡിലല്ല. പക്ഷേങ്കിൽ അത്രയോട്ട് വില കുറഞ്ഞ വണ്ടി അല്ലതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് വണ്ടികൾ ഞങ്ങൾ തിരഞ്ഞു. ഒരുപാട് വണ്ടികൾ. ഈ വണ്ടികളൊക്കെ തിരഞ്ഞപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം വണ്ടികളുടെ റേറ്റുകളാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു 4 വീലിലേക്ക് ഫസ്റ്റ് ആഗ്രഹിച്ചിരുന്നതല്ല. പിന്നെ ഇപ്പോൾ 4 വീലിലേക്ക് ഇനിയിപ്പോൾ 2 പേര് കിടക്കുമ്പോഴൊക്കെ ഉള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ കുരങ്ങന്മാരൊക്കെ നശിപ്പിച്ച കേസ്, പിന്നെ നമുക്ക് യാത്രയിൽ വരുന്ന ഈ കാലാവസ്ഥ കൊണ്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ, അതൊക്കെ ഈ ഒരു അടച്ചുറപ്പുള്ള വണ്ടി ആകുമ്പോൾ അതൊന്നും തീരുമല്ലോ. ഇപ്പോൾ ഗ്ലാസ് ഉണ്ട്, കുക്കൂരിക്കുകയാണെങ്കിൽ അവന് സുഖമായിട്ട് കാറ്റൊന്നും അല്ലാതെ അവൻ്റെ സൗകര്യം പോലെ താത്തി പൊന്തിച്ച് പോവാം. മഴ കൊള്ളുമ്പോഴൊക്കെ, മഴയാണെങ്കിലും നമ്മൾക്ക്
ഒരു സുഖമാണ് കിടന്നുറങ്ങാനൊക്കെ. എന്താ പറയുക, നനയില്ല. മറ്റെന്താ വെച്ചാൽ രാവിലെ എണീക്കുമ്പോഴേക്ക് കാലൊക്കെ നനഞ്ഞ് ബെഡൊക്കെ നനഞ്ഞ് ഫ്ലാറ്റിലൊക്കെ വെള്ളം കയറി അത്തരം വിഷയങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ഒന്ന് കാണിക്കണം എന്ന് കരുതിയിട്ട് 3 ദിവസമായി ഞാൻ നടക്കണം. 3 ദിവസമായിട്ട് ഞാൻ കുക്കുവിനെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കുക്കു വാ നമുക്ക് വണ്ടിയുടെ ഒരു വീഡിയോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഗൈസ്, കുക്കുവിൻ്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, കുക്കു എന്തുകൊണ്ട് സ്വാഗതം പറയാൻ കുക്കു ഇല്ല? കുക്കു എവിടെ അല്ലേ? അപ്പോൾ കുക്കുവിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. കുക്കുവിൻ്റെ വിഷയത്തിലേക്ക് വരുവാണെങ്കിൽ, കുക്കുവിന് ഞാൻ വണ്ടി എടുത്ത ദിവസം കുക്കുവിനോട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് വണ്ടി എടുക്കാൻ പോയാലോ, ഒരു വണ്ടി ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിൻ്റെ ഗാറോപ്പിലെടുത്ത വണ്ടി കേട്ടോ. നമ്മുടെ വണ്ടി കൊണ്ടുപോയില്ലേ, അവൻ്റെ ഗാറോപ്പിൽ തന്നെ എടുത്ത വണ്ടിയാണ്. അപ്പോൾ അങ്ങനെ വണ്ടി ഉണ്ട്, നമുക്കൊന്ന് പോയി നോക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ നാട്ടിലാണ്, ഈ ജസ്റ്റ് പോയിട്ട് വാ, എന്നിട്ട് ഓക്കെ തന്നെ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി നോക്കുമ്പോൾ ഈ വണ്ടി കണ്ടപ്പോൾ അത്ര ഇഷ്ടമായില്ല. പക്ഷേങ്കിൽ ഇതിന് എഞ്ചിൻ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഓക്കെ ആയപ്പോൾ ഞാൻ കരുതുന്നത് ഇത് മതി, നമുക്ക് എന്താ പറയുക, ഇതെടുക്കുകയാണെങ്കിൽ പോലും ഞാൻ കുറച്ച് പൈസ തിരിമറി ചെയ്യണം, അത് ചെയ്താലും കുഴപ്പമില്ല, ഇതെടുക്കാമെന്ന് കരുതിയാൽ. അപ്പോൾ അധികമൊന്നും പൈസ എനിക്ക് കൂട്ടേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെ ആയിട്ട് ഞാൻ ഈ വണ്ടി തന്നെ എടുക്കാമെന്ന് പറഞ്ഞു. അവനെ വിളിച്ച് പറയുകയാണ്, എടാ ഞാൻ ആ വണ്ടി കണ്ടു, അത് ഓക്കെയാണ്, നമുക്ക് അതന്നെ എടുത്താലോ എന്ന് പറഞ്ഞു. എന്നാൽ ശരി, നീ എടുക്ക്, ഞാൻ അപ്പോഴേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡീലിങ് നടക്കുമ്പോഴും അവനില്ല ഒപ്പട്ടോ. അവന് വണ്ടി എടുക്കാനും അവൻ ഉണ്ടായില്ല. ഞാൻ പോയി വണ്ടി എടുത്തു. വണ്ടിയും കൊണ്ട് അവർ നേരിട്ട് വീട്ടിലേക്ക് വന്നേക്കാം. അവരിവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയേക്കുവാണ്, നമ്മുടെ വീട്ടിലേക്ക് വന്നാണ്ട് വണ്ടി നിർത്തിയേക്കുവാണ്. അപ്പോൾ ഞാൻ അവരെ കൊണ്ടുവിടണം. നമ്മളെ വണ്ടി കൊണ്ടുവന്ന് വന്നാൽ ചെക്കന്മാരെ അവരെ നാട്ടിൽ കൊണ്ടുവിടണമല്ലോ. അപ്പോൾ കുക്കു കൊണ്ടുവിടാം. കുക്കു അപ്പേക്ക് വന്നതാണ്. അങ്ങനെയാണ് കുക്കു വണ്ടി കാണുന്നത്. വണ്ടി കണ്ടു. കുക്കു പറഞ്ഞു, ഓക്കേടാ, നല്ല വണ്ടിയാണ്, സൂപ്പറാടാ എന്നൊക്കെ പറഞ്ഞു. അതിൽ പിന്നെ അവൻ പറഞ്ഞു, ഞാനിവരെ കൊണ്ടാക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അവനെ കൊണ്ടുപോയി, ഞാനും കുക്കുമ്പാടെ പോയി. അപ്പോൾ എങ്ങനെയാണ് വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ അവനറിയാം. അതൊക്കെ അവരുടെ ഇടയിൽ നിന്ന് ഞാൻ സംസാരിക്കണം, അവൻ്റെ ഇടയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ അവരെ കൊണ്ടുവിട്ട് ഞങ്ങൾ വീട്ടിലെത്തി. അവനോട് ഞാൻ പറഞ്ഞു, എടാ നമുക്ക് നാളെ ഞാൻ വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകും, എന്നിട്ട് നമുക്ക് വണ്ടീൻ്റെ ഒരു വീഡിയോ ചെയ്യണം. വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് വണ്ടീൻ്റെ വീഡിയോ ചെയ്യണം. ഈ നാളെ രാവിലെ ഒരു 8 മണിയാകുമ്പോഴേക്ക് വാന്ന് പറഞ്ഞു. അതായത് ഒരു 4 ദിവസം മുന്നേ 4ാമത്തെ ദിവസം, ഇവിടെ ബാക്കിക്ക് 4ാമത്തെ ദിവസം. അതിലാവൻ പറഞ്ഞു, ഓക്കെടാ, ഈ വിളിച്ചാൽ മതി, അതൊക്കെ എന്നൊക്കെ പറഞ്ഞു പോയി. അതിൽ ഞാൻ അവന് രാത്രി വിളിച്ചിട്ട് ഈ നാളെ വരില്ല ചോദിച്ചു. നാളെ നോക്കട്ടെ അല്ല, ഈ വാതി വന്നാലേ നമുക്ക് ഒരു വീഡിയോ എടുത്ത് ഇടുകയും ചെയ്യാം, പിന്നെ നമുക്ക് വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ടിട്ട് പിന്നെ ഫ്രീ ആവാമല്ലോ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടും കട്ടാക്കി. രാവിലെ 8 മണി തൊട്ട് അവനെ 10 മണി വരെ ഞാൻ കാത്ത്. അവൻ വന്നില്ല. ഞാൻ വിളിച്ചു. ഞാൻ 8 മണി തൊട്ട് അവന് 10 മണി വരെ വിളിച്ചു. ഒരു 5-6 വട്ടം വിളിച്ചു ഞാൻ. അവൻ കോൾ എടുത്തില്ല. ലാസ്റ്റ് അവന് ഞാൻ ഈ വണ്ടി കൊണ്ട് ഞാൻ എഴുതി, എന്നാൽ ഇപ്പം ഞാൻ വന്നില്ലല്ലോ, ഇനിയിപ്പോൾ എന്തായാലും ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിടാം, വേറെ ഒന്നും നടക്കില്ലെന്ന് എഴുതി. അപ്പോൾ ഞാനങ്ങനെ വണ്ടി എടുത്ത് വർക്ക്ഷോപ്പിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഒന്നുകൂടി വിളിച്ച് നോക്കിയത്. ഞാൻ വിളിച്ച് നോക്കുമ്പോൾ അപ്പം പറഞ്ഞു, അവന് പാൽ ഊറ്റുകയാണെന്ന് പറഞ്ഞു. അതായത് റബ്ബറും പാൽ ഊറ്റുന്ന പണിയാണ് അവൻ ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ടാപ്പിംഗ് ചെയ്യുന്ന ഒരു തൊഴിലാളിയല്ല, അവൻ പാൽ ഊറ്റാനാണ് അവൻ പോകുന്നത്. അപ്പോൾ അവൻ പാൽ ഊറ്റുകയാണെന്ന് പറഞ്ഞു. ഓക്കേടാ, അപ്പോൾ ഈ എന്താ വരാൻ, എന്നെ കാത്ത് എത്ര നേരം നിന്നത്, ഒരുപാട് ലേറ്റായി പോയി. വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കലുമായി എനിക്ക് എഡിറ്റ് ചെയ്താണ്ടൊക്കെ ഇന്ന് തന്നെ വീഡിയോ ഇടാറുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഇന്ന് നടക്കില്ല, ഇനി നാളെ നോക്കാം നമുക്ക് പറഞ്ഞു. അങ്ങനെ വണ്ടി വർക്ക്ഷോപ്പ് കൊണ്ടുപോയിട്ടു. പിറ്റേ ദിവസം ഞാൻ ഇതേപോലെ അവനെ വിളിച്ചു, അവൻ വന്നില്ല. അതിൻ്റെ പിറ്റേ ദിവസം അവനെ വിളിച്ചു, വന്നില്ല. പിന്നെ ഇപ്പോൾ ഇന്ന് ഞാൻ വിളിച്ചു. ഇന്നലെ രാത്രി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇന്നൊരു വീഡിയോ ചെയ്യണം, ഈ വരൽ വെച്ചു. വരാം, ഞാൻ ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം, എനിക്ക് ഇഞ്ചക്ഷൻ വെക്കാണ്ട്. ഇന്നൊരു 8 മണിയാകുമ്പോൾ എന്നാൽ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് നമ്മുടെ വീഡിയോ എടുത്തിട്ട് എന്നിട്ട് നമുക്ക് രണ്ടൊക്കെ ഒരുമിച്ച് ഹോസ്പിറ്റലിൽ പോയാൽ പോരാ, ഏതായാലും ഒരാൾ നിൻ്റെ കൂടെ വേണ്ടതെന്നും പറഞ്ഞു, സൂചി വെക്കാം. ഓക്കേടാന്നൊക്കെ പറഞ്ഞു. അതിൽ ഇവന് ഞാൻ 7 മണിക്ക് വിളിച്ചു, എണീറ്റില്ല. ഇവിടെ നല്ല മഴയായിരുന്നു, നമ്മുടെ വണ്ടീൻ്റെ ഗ്ലാസ്സിലൊക്കെ വെള്ളത്തുള്ളികൾ കിടക്കുന്നുണ്ട്, ഇവിടെ നല്ല മഴയായിരുന്നു. അപ്പോൾ അവനെ എണീറ്റില്ല. അപ്പോൾ അവനെ എണീപ്പിച്ച് അവൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ ഏടത്തിയമ്മേൻ്റെ ഫോണിലേക്ക് വിളിച്ചത്. അപ്പോൾ ഏടത്തിയമ്മ പറഞ്ഞു അവനെ എണീപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞാനൊരു 7:00 വിളിച്ചപ്പോൾ ഏടത്തിയമ്മ പറഞ്ഞു അവന് കുളിക്കാൻ വേണ്ടി പോകുന്നു പറഞ്ഞു. പിന്നെ ആയിക്കോട്ടെ എന്നാൽ പിന്നെ അവൻ 8 മണിയാകുമ്പോഴേക്ക് എത്തും, കാരണം അവിടെ നിന്നിട്ട് വലിയ ദൂരം ഇല്ലാത്തതുകൊണ്ട് ഒരു 8 മണിയാകുമ്പോഴേക്കൊക്കെ അവൻ എത്തേണ്ടതാണ്. ഇപ്പോൾ എന്തായാലും കുളി കഴിഞ്ഞൊരു 9 മണി വരെ നമുക്ക് നോക്കാം, എന്നിട്ട് വിളിക്കരുത്. ഞാൻ 9 മണി വരെ വീട്ടിലിരുന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം മൊബൈലിലൊക്കെ നോക്കിയിരുന്ന് പല വീഡിയോകളും കണ്ട് ഞാൻ ഇരിക്കുമ്പോൾ 9 മണി കഴിഞ്ഞ് 9:30 ആയി. ഞാൻ വിളിച്ചു നോക്കി, എവിടെ ചോദിച്ചു. അവൻ ബസ് വെയിറ്റ് ചെയ്യണം പറഞ്ഞു. ഈ എന്നാൽ നേരെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറയാം, ഞാൻ ബസ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ എവിടേക്ക് പോകണം, ഫസ്റ്റ് എവിടേക്ക് പോകണം, ഹോസ്പിറ്റലിൽ കാണും ഇങ്ങോട്ടാണെന്ന് ചോദിച്ചു. ഞാനൊക്കെ വിളിക്കാറുണ്ട്. ആയിക്കോട്ടെ ശരി എന്ന് പറഞ്ഞു.
ഓൻ 9:30 കഴിഞ്ഞ് ലാസ്റ്റ് 11:30 ആയി. ഈ 11:30 നേരം വരെ അവൻ എനിക്ക് ഇങ്ങോട്ട് വിളിച്ചില്ല. ഞാൻ അവനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഒരു 7-8 വിളി വിളിച്ചിട്ടുണ്ടാവും. എൻ്റെ കോൾ ലിസ്റ്റിൽ നോക്കിയാൽ അറിയാം. ഒരുപാട് വട്ടം ഞാൻ ഒരു 9:30-ക്ക് ശേഷം അവന് ഒരുപാട് വിളി വിളിച്ചു. 10:00-ക്ക് ശേഷം 11:00, 11:30-ക്കൊക്കെ വിളിച്ചു. അപ്പോൾ ഇവനെ കാണാതായപ്പോൾ ഞാൻ എന്താട്ടി, എന്താപ്പോൾ ചെയ്യുക, ഇപ്പോൾ ഇവൻ വരുന്നില്ലല്ലോ, ഒരുപാട് ദിവസമായാലും ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ആണെങ്കിൽ ചെയ്യാനും പറ്റണില്ല, വണ്ടി എടുത്തിട്ടും വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റണില്ല. അപ്പോൾ ഞാൻ അവനെ അന്വേഷിച്ച് പോകാമെന്ന് കരുതി. അവനെ ഹോസ്പിറ്റലിൽ എന്താ പറ്റിയറിയില്ലല്ലോ, മൊബൈൽ എടുക്കാത്ത ബസ് കയറുകയെന്ന് പറഞ്ഞ ആൾ മൊബൈൽ എടുക്കണില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഒരു വിഷയം സംഭവിക്കാതിരിക്കട്ടെ, പക്ഷേ ബസ് ചാൻസ് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലെന്ന് കരുതിയിട്ട് ഞാൻ ഓട്ടോ എടുത്താണ്ട് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, അവിടെ കുക്കൂടെ വന്നു പോയി പറഞ്ഞു. എപ്പോഴും വന്നു ചോദിച്ചു. ഓനൊരു 9:30-ക്കൊക്കെ, 9:30 അല്ല, ഒരു 10 മണിൻ്റെ ഉള്ളിലേറ്റ് വന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പറ്റും പോയി എന്നാണ് എൻ്റെ ഓർമ്മ പറഞ്ഞു. അതിൽ ഏതാ ഡ്രസ്സ് ചോദിച്ചാൽ അവൻ പറഞ്ഞു ചുവപ്പ് ടീഷർട്ടും മുണ്ടുമാണ് ഓർത്തുള്ളത് പറഞ്ഞു. ഓക്കേടാ പറഞ്ഞു. എന്തെങ്കിലും പ്രശ്നം ചോദിച്ചു. ഇല്ലടാ ഒരു പ്രശ്നമല്ല, അവൻ്റെ മൊബൈൽ വിളിച്ചിട്ട് കിട്ടണില്ല, അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ ഫുള്ള് നോക്കി, കുക്കുവിനെ കണ്ടില്ല. ലാസ്റ്റ് ഞാൻ തീരുമാനിച്ചു അവൻ്റെ വീട്ടിലേക്ക് വിളിച്ചു, ഏടത്തിയമ്മയ്ക്ക് വിളിച്ചു. ഏടത്തിയമ്മ മറ്റൊരു കോളിൽ. അപ്പോൾ പിന്നെ ഞാൻ നടുവത്തേക്ക് ഒന്ന് പോയി നോക്കാം. നടുവത്ത് ഇവിടുന്ന് 3 കിലോമീറ്റർ ദൂരമല്ലേ ഉള്ളൂ. ഒന്ന് പോയിട്ട് അന്വേഷിക്കാം എന്തൊക്കെയായാലും എന്താ അവൻ്റെ കാര്യങ്ങൾ, എന്തെങ്ങനെയൊക്കെ നിലപാട് എന്തൊക്കെ അറിയില്ലല്ലോ, നമ്മളിതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചെന്ന് നോക്കുമ്പോൾ നടുവത്തെത്തിയപ്പോൾ ഏടത്തിയമ്മ എന്തൊക്കെയാണ് വിളിക്കണം. കുക്കുണ്ടറ അവിടെ, അവൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടല്ലോ, അവൻ്റെ ഫോൺ സൈലൻ്റ് ചെയ്തെന്നൊക്കെയാണ് അവൻ പറയണത്. ഇയാളോട് സംസാരിച്ച് നോക്കുകയായിരുന്നു. അതിൽ ഞാൻ കുക്കിനോട് പറഞ്ഞു, ഈ ഇടയ്ക്ക് ഞാനിപ്പോൾ വീട്ടിലേക്ക് വരാം, എന്നിട്ടുണ്ടായ സംഭാഷണം ആണ് ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കുക്കു പറയണം എന്താ നമുക്ക് ചോദിച്ചോ. കുക്കുവിൻ്റെ അടുത്താണ് ഞാനുള്ളത്. അപ്പോൾ കുക്കു നേരത്തെ പറഞ്ഞാൽ ഞാൻ അവന് കോൾ ചെയ്യാം. ഇപ്പോൾ 4 ദിവസമായി വീഡിയോ ചെയ്തിട്ട്. ഇവന് വിളിക്കും, ഇവൻ കോള് എടുക്കും, വര പറയും, വരില്ല. ഓനക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ ഓൻ വരും. ഓൻ വരുന്ന സമയത്ത് ഞാൻ രാവിലെ സമയം പറയും, ഗൈസ് നിങ്ങൾക്ക് അറിയില്ല ഞാൻ ഓട്ടോറിക്ഷയായിട്ട് ഓടാൻ ഇറങ്ങുന്നതാണ്. അപ്പോൾ ഞാൻ അവനെ വിളിച്ചിട്ട് പറയും ഒരു 8 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 9 മണിയാകുമ്പോൾ. അപ്പോൾ അവൻ പറയും ആയിക്കോട്ടെ ഞാൻ വരാം. എന്നിട്ട് അവൻ വരെ എപ്പോഴും അറിയോ 12 മണിക്കൊക്കെ. അതുവരെ ഞാൻ ഓട്ടോ സ്വീപ്പായി വീട്ടിലിരിക്കുക. ശരിക്കും എനിക്കും തന്നെ ആ നേരത്തെ ഓടാൻ പോയി കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ഫൈനാൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലേ ഇതിൻ്റെ ഫൈനാൻസ് കാര്യം കിടക്കണം. അപ്പോൾ എന്ത് നോക്കുക എൻ്റെ പ്രശ്നം? നിർത്താം നമുക്ക്. ഞാൻ നിർത്താണ്. എന്താണ് പ്രശ്നം? എന്തില്ല അത് കഴിയില്ല, ഇത് ബുദ്ധിമുട്ടാണ്. എന്താണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രശ്നം ശരിക്കും പറയും പ്രേക്ഷകരോട്. മറ്റെന്താ വെച്ചാൽ ഞാനൊരു കള്ളനാവും. അതായത് ഞാനിവനെ ഒഴിവാക്കി, എന്താ പറയുക, ഞാനിപ്പോൾ ഒരു സ്റ്റേജിക്ക് മോണിറ്റേഷനൊക്കെ ആയി യൂട്യൂബിൽ നിന്ന് വരുമാനമൊക്കെ വരൽ തുടങ്ങിയപ്പോൾ ഞാൻ കുക്കുവിനെ ഒഴിവാക്കി എന്നുള്ള തരത്തിലേക്ക്. എന്നെ ഒഴിവാക്കി എന്ന് പറയും ആൾക്കാർ, പറയില്ലേ, എന്നെ കുറ്റപ്പെടുത്തൂലേ. അപ്പോൾ എന്താ വെച്ചാൽ എന്തുകൊണ്ട് ഇത് വരുന്നില്ല? താല്പര്യമില്ല. യാത്ര ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്, വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞ ഞങ്ങൾ പുതിയൊരു വണ്ടി വാങ്ങി കേട്ടോ. വണ്ടിയിലേക്ക് ഞാൻ വരാം. ആ വണ്ടി വാങ്ങിയത് ഇജില്ലേന്നോ? വണ്ടി വാങ്ങിയപ്പോഴല്ല, വാങ്ങി വന്നിട്ട് വണ്ടി കാണാൻ വന്നില്ലേ? അതിൻ്റെ മുന്നത്തെ ഒരു ദിവസം നമ്മൾ ചിക്കൻ വെച്ചത് എനിക്ക് ഓർമ്മ ഉണ്ടോ? ഞാൻ അന്ന് എന്നോട് പറഞ്ഞു നമ്മൾ വണ്ടി ഇങ്ങനെ തരികയുണ്ട്. ഈ വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഞാൻ കുക്കുവിനെ വിളിച്ചതാണ് അല്ലേ? വിളിച്ചില്ലേ? ഞാൻ വിളിച്ചു. അതായത് പിന്നെ ഓന് അപ്പോൾ അവിടെ ഇല്ലെന്നോ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ എടുത്തിട്ട് വരാം, എന്നിട്ട് വന്നിട്ട് കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ നിനക്ക് ഇത്രയും ഒരു മടുപ്പ് കാര്യമൊക്കെ ഉണ്ടായിക്കണമെങ്കിൽ എന്തുകൊണ്ട് എന്നോട് അപ്പം പറഞ്ഞില്ല? എനിക്ക് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇപ്പോൾ എന്നോട്? കാരണം ഗൈസ് നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ആ വണ്ടി വാങ്ങിയതും ഒരു കടത്തെ തന്നെ കേട്ടോ, കടമാണ്. അപ്പോൾ കുക്കുവിന് വേണമെങ്കിൽ എന്നോട് പറയാറുണ്ട്, എടാ ഇനി മുതൽ ഞാൻ ഉണ്ടാവില്ല, ഈ വണ്ടി വെറുതെ വാങ്ങണ്ട, എനിക്ക് പറ്റിയൊരു വണ്ടി വാങ്ങായിരുന്നു, എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? ഇപ്പോൾ ഇപ്പം ഞാനിപ്പോൾ എന്തായാലും എനിക്ക് ചണ്ടോ എനിക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പ്രേക്ഷകരോട് പറഞ്ഞോ. യാത്ര പോകാൻ തോന്നുന്നില്ല അല്ലേ? യാത്രയോട് മടുപ്പായി. ഓക്കെ. പക്ഷേങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പോകണം എന്നാണ് കരുതണം. അതായത് ഒരു ഓണം കഴിഞ്ഞാൽ പോകണം എന്നാണ് ഞാൻ കരുതണം. ഗൈസ് എൻ്റെ പുതിയ യാത്ര ഓണം കഴിഞ്ഞിട്ടുണ്ടാവുക. അത് ഞാനിപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയാം. ഞാൻ ഓണം കഴിഞ്ഞിട്ട് പോകണം എന്ന് നമുക്ക് കരുതുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ അതുവരെ എനിക്ക് വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ പ്രേക്ഷകർ നമ്മളുടെ പുതിയ നമ്മൾ ഇനി എന്താകും എന്നുള്ളത് കാണാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വീഡിയോ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവനെ വിളിക്കാറ്. അപ്പോൾ അവനെങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുക, ഇതാണ് കുക്കുവാണത്. കുക്കുവിനോടാണ് ഞാൻ ചോദിക്കുന്നത്. ഓൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൻ പറയും, എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ
അല്ലെങ്കിൽ എന്താ എൻ്റെ പ്രശ്നം എന്നൊക്കെ തുറന്ന് പറയാം. ഇപ്പം എന്തില്ലടാ എന്ത് തോന്നില്ല ഒന്നിനും തോന്നില്ല ഇപ്പോൾ ഒന്നിനും തോന്നുന്നില്ല. യാത്രയോടൊരു വെറുപ്പ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഒന്നിനും തോന്നില്ല. ഒന്നിനും തോന്നുന്നില്ല. ഓക്കെ, ഇത് യാത്രയാണ്. ഇത് ഒരാളെ നിർബന്ധിച്ച് കൊണ്ടുപോകേണ്ട കേസൊന്നുമല്ല. ഇത് ഇപ്പോൾ സംഭവിക്കുന്നതല്ല. കഴിഞ്ഞ യാത്ര ഉണ്ടല്ലോ, ആ യാത്രയ്ക്ക് കുക്കുനി വിഷയമുണ്ട്. അന്ന് തന്നെ ഓന് വലിയ താല്പര്യമൊന്നുമില്ല പോരാം. പക്ഷേങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടൊക്കെ ആവാം അന്ന് പോകുന്നത്. എന്തായാലും അന്ന് ഞാൻ അവനെ ഒന്ന് നിർബന്ധിച്ചിട്ടാണ് കൊണ്ടുപോയത്. അന്നാണ് എനിക്ക് മനസ്സിലായത് ഒരാളെ നിർബന്ധിച്ച് കൊണ്ടുപോകരുത് എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക പാഠം ഞാൻ പഠിച്ചത് കഴിഞ്ഞ യാത്രയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് യാത്രയിൽ ഇതുണ്ടോ ഇല്ലേ? ഇല്ല, ആലോചിക്കണം. എന്തായാലും എനിക്ക് ആലോചിക്കാന്ന് പറഞ്ഞാൽ ഞാൻ കുക്കുവിന് ആലോചിക്കാനുള്ള സമയം കൊടുക്കുന്നത് ഓണം വരെ സമയം കൊടുക്കുന്നുണ്ട് ഞാൻ. ഓണം വരെ എന്തായാലും ഓണം വരെയുള്ള യാത്ര ഓണം കഴിഞ്ഞിട്ട് ഓണം കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് വിളിക്കും. അവന് പോരണമെങ്കിൽ പോരാം, അല്ലാതെ ഞാൻ നിർബന്ധിക്കില്ല കേട്ടോ. കാരണം നിർബന്ധിച്ച് കൊണ്ടുപോകേണ്ട കേസല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കില്ല അവനെ. അപ്പോൾ ഞാൻ എന്താക്കും, ഞാൻ അങ്ങനെ ഇല്ലയെന്നാണെങ്കിൽ ഇപ്പോൾ എനിക്ക് വണ്ടി ഓവറായി. കാരണം എനിക്കൊരു ബൈക്കോ അല്ലെങ്കിൽ ഒരു സൈക്കിളൊക്കെ ആയാലും മതി. നമുക്ക് യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് വണ്ടി ഏതായാലും എന്താ, വണ്ടിയല്ലല്ലോ വിഷയം. വണ്ടിയല്ല, യാത്ര പോലെ മനസ്സാണ് നമുക്ക് ആദ്യം വേണ്ടത്. അതിപ്പോൾ കുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവന് ഇനി മുതൽ കളിയിലില്ല, ഈ സ്ക്രീനിലില്ല. ഈ ഫ്ലോറസ്റ്റ് 71 കുക്കു ഇനി മുതൽ ഉണ്ടാവും എന്നുള്ളത് പോലും ഓണം കഴിഞ്ഞാൽ അറിയാം. അതുവരെ എന്തായാലും ഞാനുണ്ട്. ഇപ്പോൾ ഇത് എന്ത് ഞാൻ പറയണമെന്ന് വെച്ചാൽ, ഇങ്ങനെ കുക്കുവിനെ തന്നെ ഇരുത്തി വീഡിയോയിൽ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഒരുപാട് പേര് ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഒരുപാട് പേര് കുക്കുവിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ കരുതും, നിങ്ങളൊക്കെ എന്നെ തെറ്റിദ്ധരിക്കും, ഞാൻ അവനോട് എന്തെങ്കിലും ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അവനും തമ്മിൽ എന്തെങ്കിലും വലിയൊരു പ്രശ്നമുണ്ട്, അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇപ്പോൾ പറയാം. പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല. മടുപ്പ് ഇപ്പോൾ കുറച്ച് മടുപ്പ്. ഇത് ചൂണ്ടലിടാൻ പോവാം. ഗൈസ്, ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ പോലും കുക്കുവിനെ കിട്ടാത്തത് കൊണ്ട് ഇന്ന് രാവിലെ ഞാൻ വിളിച്ച കോൾ ലിസ്റ്റ് ഞാൻ കാണിച്ചു തരാം, കുക്കുവിനെ എത്ര വിളിച്ചു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ പോലും ഞാൻ കുക്കുവിൻ്റെ നാട്ടിൽ വന്ന് കുക്കു ചൂണ്ട ഉണ്ടാക്കുക. അപ്പോൾ കുക്കു ഫോൺ സൈലൻ്റ് ആക്കി ചൂണ്ട ഉണ്ടാക്കി കുത്തിരിക്കുക. അവനെന്നോട് പറയാറ് പിന്നെ തുറന്നില്ല. ആയിക്കോട്ടെ കുക്കു, എന്നാലും ഇത് മറക്കണത് ഒറ്റയ്ക്ക് ഇന്നെ മറന്ന് ഞാൻ എന്നോട് വീഡിയോ ചെയ്യണം അതൊക്കെ ഞാൻ കൊണ്ട് പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഞാൻ ലീവാണ്, ഇന്ന് ഓടാൻ പോകണില്ല, നമുക്കിന്ന് വീഡിയോ ചെയ്യണം, നമ്മുടെ വണ്ടി പരിചയപ്പെടുത്തണം, ഇതൊക്കെ എന്നോട് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞതാണ് ഇന്നലെ രാത്രി. ഇവർ ഒക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണുള്ളതെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക. ഏതായാലും എന്നോട് ഇല്ലെങ്കിൽ നിനക്ക് നേരത്തെ പറയാമായിരുന്നു, എനിക്ക് ഇത്രയും വലിയൊരു വലിയൊരു ബാധ്യത എനിക്ക് വരുത്തണ്ടില്ലേന്ന് വണ്ടിൻ്റെ കേസിൽ. അതെന്താ ഓർക്കാത്ത എനിക്ക് ചെണ്ടോ? എല്ലാവർക്കും അവനവൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളല്ലോ, അതാണ്. എന്നാൽ പിന്നെ ഓക്കെ. അപ്പോൾ അവനതിൽ പറയുന്നത് മെയിനായിട്ടുള്ള വിഷയം, അവന് മടുപ്പ്, യാത്രയോടുള്ള മടുപ്പായി. ഒന്നിലേറെ ഓട്ടോയിട്ട് പോയിട്ട് ഈ വെയിലായാലും മഴയായാലും കാറ്റായാലും ഒക്കെ കൊള്ളല്ലേ, അവന് മടുത്തുണ്ടാവും. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പം ഞാൻ അവൻ്റെ ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് കാണുന്നത് കൊണ്ടാണ് അത്രയും കഷ്ടപ്പാട് എനിക്കുണ്ട് കേട്ടോ. നമ്മൾ ഫ്രണ്ടിലിരിക്കാണ്ട് എല്ലാം ഡ്രൈവ് ചെയ്യണം, എൻ്റെ കാല് വരെ കടയിലുണ്ട്. ഞാൻ ഇതൊന്നും അവനോട് പറയില്ല, അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അവനോട് പറഞ്ഞിട്ട് ഈ ഒന്ന് മാറി ഓടിക്കണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, കാരണം അവനൊന്നും ഓടിക്കാൻ അറിയില്ല. ഞാൻ അവനെ പഠിപ്പിക്കാൻ വേണ്ടി രണ്ട് തവണ ശ്രമിച്ചതാണ്. പക്ഷേ എങ്കിൽ അവന് അതിൻ്റെ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. നമുക്ക് വണ്ടി ഓടിച്ച് പഠിക്കുന്നതിൻ്റെ ഒരു താല്പര്യം നമുക്ക് അറിയുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇവനോട് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട പോലെ അവന് താല്പര്യമില്ലായ്മ, ഒരു താല്പര്യക്കുറവൊക്കെയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഇത്രയും വലിയൊരു വണ്ടീൻ്റെ ആവശ്യമില്ല. അവിടെയാണ് ഇപ്പം ഞാൻ പെട്ടത്. എന്താ ചെയ്യാൻ എനിക്ക് ഒരു ഐഡിയ കിട്ടണില്ല. കാരണം എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ എന്തിനാണ് ഇങ്ങനെ ഒരു ഒമിനി ഇത്രയും ചിലവോട് കൂടി. ചിലവ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്രോളിന് മൈലേജ് കുറവാണ്. അതുപോലെ തന്നെ പിന്നുള്ളത് ആ ടോളും ഉണ്ട്. ഈ ടോളും മൈലേജ് കുറവുള്ള ഈ ഒരു വണ്ടിയും കൊണ്ട് എന്തിനാണ് എനിക്ക് ഇത്രയും വലിയൊരു വണ്ടി? എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം. എനിക്കൊരു ബൈക്കായാൽ പോരെ, അല്ലെങ്കിൽ ഒരു സൈക്കിൾ പോരെ. എത്ര പേര് അങ്ങനെ പോകുന്നു. ഞാൻ അവനും കൂടി ഉണ്ട്, അല്ലെങ്കിൽ അവനും കൂടി കുറച്ച് സൗകര്യത്തോടെ പോകാമെന്ന് കരുതിയിട്ടാണ്, കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു വണ്ടി ഞാൻ വാങ്ങുന്നത്. കാരണം ഞങ്ങൾക്ക് വലിയൊരു യൂട്യൂബ് വരുമാനമൊന്നുമില്ല. ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, സ്റ്റാർട്ടിങ്ങിലാണ്. വലിയൊരു വരുമാനമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉള്ളത് മുൻ യാത്രകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച കടങ്ങളിലേക്കാണ് പൈസകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പലതും അവനെ അറിയില്ല.
അവനറിയില്ല എന്ന് പറഞ്ഞാൽ അവൻ എന്നോട് ഇതുവരെ ചോദിച്ചില്ല, എടാ എവിടുന്ന പൈസ എന്ന്, യാത്ര പോകാൻ എവിടുന്ന പൈസ എന്ന് അവൻ ഇതുവരെ എന്നോട് ചോദിച്ചില്ല. അവൻ ചോദിക്കാതെ എനിക്ക് പറയാമായിരുന്നു ഇങ്ങനെയൊക്കെ യാത്ര പോകണമെന്ന്. പക്ഷെ അവൻ ചോദിക്കട്ടെ എന്ന് കരുതിയിരുന്നു ഞാൻ. പക്ഷെ അവൻ ഇതുവരെ ആയിട്ട് എന്നോട് ചോദിച്ചില്ല. കാരണം അവൻ്റെ മനസ്സിൽ എൻ്റെ കയ്യിൽ പൈസയുണ്ട് എന്നുള്ളതായിരിക്കാം. പക്ഷേങ്കിൽ ഞാനൊരു ഓട്ടോ ഓടിച്ച് നടക്കുന്നതാണ്, എന്നെ അറിയാം. ഞാനും അവനും എന്താ പറയുക, ഒരു അമ്മേൻ്റെ വയറ്റിലല്ല പിറന്നതെങ്കിൽ പോലും ഒരുമിച്ച് തന്നെ ആയിരുന്നു. അപ്പോൾ അവനെന്നെ അറിയാം. പക്ഷേങ്കിൽ അവൻ ഇതുവരെ എന്നോട് ചോദിച്ചില്ല എങ്ങനെയാണ് യാത്ര പോകുന്നത്, എവിടെ നിന്നാണ് ഇതിനുള്ള പൈസ. നിങ്ങൾ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ വരെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് കമൻറ്റിൽ, ഇത്രയും സാധാരണക്കാരായ നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും വലിയ യാത്രകളൊക്കെ നടത്തുന്നത്, അതിനെങ്ങനെ സാധ്യമാവുന്നു എന്നുള്ളത്. അതിലേക്ക് വരുമ്പോൾ ഞാൻ എന്നിലേക്ക് തന്നെ വരണം. ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. അപ്പോൾ ഞാൻ കുക്കുവിനോട് സംസാരിച്ചപ്പോൾ കുക്കു ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, ഇനിയിപ്പോൾ അവന് യാത്രയ്ക്കില്ല, എന്ത് ചെയ്യാമെന്ന് എനിക്കറിയില്ല. ഇത്രയും വലിയൊരു വണ്ടി ഇത് വാങ്ങാൻ തന്നെ ഞാൻ കുറച്ച് പൈസ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ കടം വാങ്ങിയിട്ടൊക്കെയാണ് ഈ വണ്ടീനെ വാങ്ങണത്. എന്നിട്ടിപ്പോൾ വണ്ടി എടുക്കോളം അവൻ പറഞ്ഞില്ല അവൻ ഇനി ഇല്ല എന്നുള്ളത്. കാരണം ഇതിന് മുമ്പ് ഞങ്ങൾ ചിക്കൻ ചുട്ടതാണ്. അത് ഇതിൻ്റെ 2 ദിവസം മുന്നേ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. ഈ വണ്ടി എടുക്കാൻ പോകുന്നതിന് 2 ദിവസം മുന്നേ അവൻ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവന് താല്പര്യക്കുറവുണ്ടെങ്കിൽ അവൻ എന്നോട് അപ്പോഴെങ്കിലും പറയാറുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ യാത്ര പോയി വന്നിട്ട് ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ ഈ ഓട്ടോ ലൈഫ് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ പോയി വന്ന യാത്ര കഴിഞ്ഞ് വന്നിട്ട് കുക്കുവിനെ ഞാൻ, എടാ നമ്മൾ നാട്ടിലെത്തിയില്ലേ, ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യണ്ടേ, ഈ വാന്ന് പറഞ്ഞു. അതിൽ ഓന് ഇതേപോലെ ആയിരുന്നു അന്നും, വരാറങ്ങനെ കൊണ്ടുപോയി. പിന്നെ അവൻ്റെ അമ്മേനോടും ഏട്ടനോടൊക്കെ സംസാരിച്ച് പിന്നെയാണ് അവൻ വീണ്ടും വന്നത്. അപ്പോൾ അവൻ വന്നപ്പോൾ അവന് കുറച്ച് ദിവസം ഇങ്ങനെ ആക്റ്റീവായിട്ട് എൻ്റെ കൂടെ ഇങ്ങനെ കേരളം കൊണ്ടും ഇതിലൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്തില്ല, ചൂണ്ടയിടാനൊക്കെ പോയി. അതൊക്കെ ആ ഒരു ഊക്കിൽ ചെയ്ത സംഭവങ്ങളാണ്. അപ്പോൾ ഞാൻ കരുതി ഓക്കെ ഇവനിപ്പോൾ ഓക്കെ ആയല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന്. അപ്പോൾ ആ പിന്നേക്ക് ധൈര്യം വന്ന് ഞാൻ വീണ്ടും വണ്ടി എടുക്കാനുള്ള തീരുമാനത്തിലേക്ക് പോവാണ്. അപ്പോൾ അവനും തന്നെ ഓക്കെടാ വണ്ടി എടുക്കാനുള്ള തീരുമാനത്തിലേക്ക് അവനും വരികയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ വണ്ടി എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുമ്പുണ്ട് അങ്ങനെ 2 വിഷയം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അത്ര വലിയ സീരിയസ് ആക്കി എടുത്തില്ല. കാരണം അവന് ചിലപ്പോൾ ചെറിയൊരു മടുപ്പ് വന്നിട്ടുണ്ടാവും. യാത്ര എന്ന് പറയുന്നത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന സംഭവമല്ല. ഇത് ഒരു പൈസ ഇല്ല, യാത്ര പോകാൻ പൈസ ഇല്ല എന്നുള്ളതാണ് എന്നെപ്പോലത്തെ യുവതികളുടെ ഒക്കെ പ്രശ്നം. നമ്മുടെ എല്ലാവരും പ്രശ്നം അതാ, നമ്മുടെ കയ്യിൽ യാത്ര ചെയ്യാൻ പൈസ ഇല്ല. എന്നാൽ ഉള്ള പൈസ വെച്ച് എങ്ങനെ യാത്ര ചെയ്യാമെന്ന് ചിന്തിച്ച മനസ്സിലാണ് ഞാൻ. അങ്ങനെയാണ് ഞാൻ ഓട്ടോറിക്ഷ തിരഞ്ഞെടുക്കുന്നത്, കിടന്നുറങ്ങി യാത്ര ചെയ്യാമെന്ന് കരുതിയിട്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്കതിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അതൊക്കെ യാത്രയോടുള്ള ഇഷ്ടമുള്ള ആളുകൾക്ക് മാത്രമേ ആ ബുദ്ധിമുട്ടുകൾ ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയുള്ളൂ. അല്ലാത്തവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നും. അത് എന്തിനെത്രയും കഷ്ടപ്പെടണം എന്നുള്ള രീതിയിലേക്കൊക്കെ വരെ ചിന്തിച്ചേക്കാം. അവർക്ക് ഇതൊരു മനമടുപ്പായേക്കാം, അവർക്ക് ഇനി വേണ്ട എന്നുള്ള രീതിയിലൊക്കെ അവർ ചിന്തിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാത്രയോടുള്ള എൻ്റെ താല്പര്യം, എൻ്റെ ആഗ്രഹമാണ് എനിക്ക് നമ്മളെ ജനിച്ച രാജ്യമെങ്കിലും മുഴുവനായിട്ട് കാണണം എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അതിൽ വരുന്ന പ്രതിസന്ധികളെയും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ മനസ്സുകൊണ്ട് സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യാറുണ്ട്. അങ്ങനെ ആയിരുന്നു എൻ്റെ യാത്രകൾ. അപ്പോൾ യാത്ര ഞാൻ എങ്ങനെ പോവുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട്. കക്കാടാണ് ഞാൻ യാത്ര പോകുന്നത്. ഞാൻ ഫസ്റ്റ് ഓട്ടോ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുക്കും ഞാനും പാടെ ഫസ്റ്റ് ഓട്ടോ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് തമിഴ്നാട്ടിലേക്കാണ് ഞങ്ങൾ പോയത്. തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ ഓട്ടോറിക്ഷ ആദ്യം കിട്ടുന്നുണ്ട്, എങ്ങനെ ഒരു ഓട്ടോ വാങ്ങാം. അതിന് വേണ്ടിയിട്ട് ഓട്ടോ സ്റ്റാൻഡിൽ കുറി നടത്തുന്ന കുറിയുണ്ട്. നമ്മൾ പൈസ അങ്ങനെ മാസത്തിൽ കൊടുത്ത് കുറി എന്ന് പറയാം ഞങ്ങളവിടെ, ഈ ചിറ്റിൻ്റെ ഒക്കെ ഒരു ടൈപ്പ് തന്നെ. അപ്പോൾ ഈ കുറിയിൽ കൂടിയിട്ട് എനിക്കതിൽ പകുതി നറുക്ക് 35,000 റുപ്യ എനിക്ക് കുറി കിട്ടി. അതിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു ആ കുറി കിട്ടാൻ. അങ്ങനെ 35,000 റുപ്യ കുറി കിട്ടിയിട്ട് അതിൽ ഒരു 30,000 റുപ്യേൻ്റെ വണ്ടി ഞാൻ വാങ്ങി. വണ്ടീൻ്റെ പണി കൊടുത്തു. യാത്ര പോകാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് മറ്റൊരു കുടുംബശ്രീയിൽ നിന്നും മറ്റൊരു ലോൺ എടുത്തു. ആ ലോൺ എടുത്തിട്ട് ആ പൈസയും കൊണ്ട് ഞാനും കുക്കും യാത്ര പോയി. കുക്കുവിന് അറിയില്ല അന്ന് നല്ല ഇപ്പോഴും അറിയില്ല എങ്ങനെയാണ് യാത്ര പോകാറെന്നുള്ളത്. അങ്ങനെ ഞാൻ ആ ഒരു കുറി കിട്ടിയ പൈസയും കൊണ്ട് വണ്ടി എടുത്ത് യാത്ര പോയി. ആ ഒരു യാത്ര പോയി വന്ന് അത് മുഴുവനാക്കാൻ വേണ്ടി പറ്റില്ല. അത് പകുതിക്ക് അതായത് ഒരു 8 ദിവസം 9 ദിവസം 9ാമത്തെ ദിവസം തിരിച്ചു പോരേണ്ടി വന്നു. അങ്ങനെ ആ ഒരു യാത്ര 9ാമത്തെ ദിവസം കൊണ്ട് തിരിച്ചു പോന്നു. പിന്നെ പോയിരുന്നത്
വിജയവാഡയിലേക്കാണ്. അപ്പോഴേക്ക് വേറൊരു ആ വണ്ടി പറ്റൂല, ആ വണ്ടി കംപ്ലൈൻറ്റ് വരും എന്നുള്ളത് കൊണ്ട് ഞാനത് മാറ്റിയിട്ട് വേറൊരു വണ്ടി വാങ്ങാനുണ്ടായത്. എനിക്ക് യാത്ര ചെയ്യാനുള്ള പൈസ ഞാൻ കണ്ടെത്തുന്നത് പല രീതികളിലാണ്. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പറയും എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് യാത്ര പോകുന്നത്. അതാണ് അറിയാത്തത്, എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് യാത്ര പോകുന്നത്. യാത്ര പോവാതിരിക്കാനാണെങ്കിൽ ഒരു 2 മാസമൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഞാനൊരു ബുദ്ധിമുട്ടാണ്. ഏതായാലും അത്തരത്തിലായിരുന്നു യാത്രകളൊക്കെ. മുഴുവൻ കാര്യങ്ങളല്ല പറഞ്ഞത്. ഇപ്പോൾ ഞാൻ സംസാരിച്ചതിൽ കുക്കുവിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ വണ്ടിയുടെ കാര്യങ്ങളും. ഇനി ഞാൻ എന്ത് ചെയ്യണം? എനിക്കൊരു ബൈക്ക് മതിയായിരുന്നു. അതിലേക്കാണ് ഇപ്പോൾ ഈ വലിയൊരു വണ്ടി, മൈലേജ് പോലും കുറവുള്ള ഒരു ഒമിനി ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ എന്ത് ചെയ്യും? ഒക്കെ ഒരു എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുവാണ്. എന്തായാലും ഇനി എങ്ങനെയാണ് എൻ്റെ തീരുമാനം വരിക എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം മനസ്സിന്നാകെ ഉടഞ്ഞുപോയി. നമ്മളെ കഷ്ടപ്പെട്ട് ഓരോന്നിങ്ങനെ കാട്ടിക്കൂട്ടി ഒരു ഭാഗത്ത് കൂടെ ഞാനിങ്ങനെ വന്നപ്പോൾ വണ്ടി എടുത്തതിൻ്റെ പേരിൽ സന്തോഷിക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. അതാണ് ഇപ്പം ഉണ്ടായത്. ഈ വണ്ടി എടുത്തതിൻ്റെ പേരിൽ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷിക്കാൻ വേണ്ടി പറ്റില്ല. യാത്ര പോകുന്ന കരുതി യാത്രേൻ്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ആയി, കുക്കുവിൻ്റെ കാര്യത്തിൽ അങ്ങനെയായി. എന്താ അറിയില്ല, എന്താ ഇനി സംഭവിക്കുക, ഇനി എന്താണ് സംഭവം, ഇനി എന്താണെന്നുള്ളത് കണ്ടറിയുന്ന വേണം. ഞാൻ എത്തരത്തിലേക്ക് എൻ്റെ തീരുമാനം പോകുമെന്നും അറിയില്ല. എന്തായാലും നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്തണം. കുക്കുവിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. കുക്കുവിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് കുക്കുവിൻ്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യാനുള്ള കാരണം എന്നെ ഒരുപാട് പേര് ഇതിൽ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് വരും, എനിക്കറിയാം. കാരണം കുക്കുവിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവൻ്റെ നിഷ്കളങ്കതയും അവൻ്റെ സത്യസന്ധത എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വരാറുണ്ട്. അപ്പോൾ അവർ എല്ലാവരും കരുതും ഞാൻ അവനില്ലാതെ ഒരു വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ അവനെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ പറയും ഞാൻ അവനെ ഒഴിവാക്കി മനഃപൂർവ്വം. എനിക്കിപ്പോഴും അവൻ ഇനി ഇല്ല എന്നുള്ളതിൻ്റെ ഒരു വിഷമമാണ്. ഈ വണ്ടി എടുത്തു എന്നുള്ള സന്തോഷത്തെയും കാട്ടി കൂടുതൽ എനിക്കുള്ളത് അവനുള്ള എന്നുള്ള വിഷമമാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇനി ചിലപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ വിൽക്കും. ഇതിപ്പോൾ എന്താ വെച്ചാൽ വർക്ക്ഷോപ്പിൽ കൊടുത്ത പൈസ നമുക്ക് നഷ്ടമായി. ഇതിൻ്റെ A to Z പണികൾ നമ്മൾ എടുത്തു, ഫിറ്റാക്കി വണ്ടിനെ. ഇനി എടുക്കണവനിത് സുഖമായിട്ട് ഓടിക്കാം. ഓയിലും അപ്പോൾ അതിൻ്റെ ലൈനറൊക്കെ ഫുള്ള് പെർഫെക്റ്റ് ആയി. ഏതായാലും ഇനി എന്താവും എന്നുള്ളത് കണ്ടറിയാം. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.